ഇപ്പോഴും എനിക്ക് തോന്നുന്നു സുഭദ്ര മുരുകനെ കല്യാണം കഴിച്ച് എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന്. നീ അങ്ങനെ ചിന്തിക്കുന്നത് അവരെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാ. ഞാൻ മറിച്ച് ചിന്തിച്ചതും അവരെ രണ്ടുപേരെയും ഞാൻ സ്വന്തം മക്കളായിട്ട് കാണുന്നതുകൊണ്ടാ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് വിഷയത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടുകൊണ്ടായിരിക്കണം. ശരീരത്തിന് വൈകല്യമുള്ള ഒരു പുരുഷൻ വൈകല്യമൊന്നുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നമ്മുടെ സൊസൈറ്റി അതിനെ എങ്ങനെയാ കാണുന്നത്? ആ പെൺകുട്ടി ത്യാഗം ചെയ്തു എന്ന് പറയും. വിവാഹ ജീവിതം ആരംഭിച്ചതിന് ശേഷം ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുമ്പോ ആ പെണ്ണിനും തോന്നിയേക്കാം ഈ ത്യാഗം വേണ്ടിയിരുന്നില്ല എന്ന്. അല്ല, നമ്മുടെ സുഭദ്രയ്ക്ക് അങ്ങനെ തോന്നണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമാണ്. സമപ്രായക്കാരായ സ്നേഹിതന്മാരെല്ലാം സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായ പുരുഷന്മാരോടൊപ്പം ജീവിക്കുന്നത് കാണുമ്പോ താൻ കാണിച്ച ത്യാഗം എടുത്തുചാട്ടം ആയിപ്പോയില്ലേ എന്ന് സംശയം തോന്നും. നമ്മുടെ കുട്ടികൾ മുരുകനും സുഭദ്രയും ആങ്ങളെയും പെങ്ങളുമാണ്. അവരാ ബന്ധം നിലനിർത്തട്ടെ. അതാണ് അവർക്ക് രണ്ടുപേർക്കും നല്ലത്. ചേട്ടത്തി പോയി കഴിഞ്ഞാൽ ഈ വലിയ വീട്ടിൽ ഞാനും ജോലിക്കാരും മാത്രമാകും. ഞാൻ അന്ന് തന്നെ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ സുകുമാരനോട് മാറി താമസിക്കാൻ നിർബന്ധിച്ചത് അവനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ അവനെ എന്നേക്കുമേ അകറ്റാനുമല്ല. സുകുമാരൻ തെറ്റ് ചെയ്താലും നമുക്ക് അവനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതേസമയം ചെയ്തത് തെറ്റാണെന്ന് അവൻ തിരിച്ചറിയണം. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കണം. ഞാൻ കൊച്ചേട്ടനെ തിരിച്ചു വിളിക്കട്ടെ? ഒന്നുമില്ലെങ്കിലും വീട്ടിലൊരാളനൊക്കെ ഉണ്ടാകുമല്ലോ. നീ ആഗ്രഹിക്കുന്നത് പോലെ സ്വത്തിലൊരു ഭാഗം സുകുമാരന് കൊടുക്കാം. പക്ഷേ ഉടനെ അത് ചെയ്യരുത്. തൽക്കാലം ഇവിടെ വന്ന് താമസിക്കാൻ സുകുമാരനോട് പറയണം. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നളിനിക്കും അവളുടെ മകൾക്കും സുകുമാരന്റെ കൂടെ ഇവിടെ താമസിക്കാം. പക്ഷേ നളിനിയുടെ അമ്മ യാതൊരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ല. അഡ്വക്കേറ്റ് തരകനുമായിട്ട് ആലോചിച്ചിട്ട് സാവധാനത്തിൽ സുകുമാരന് കുറച്ച് വസ്തു എഴുതി കൊടുക്കാം. പക്ഷേ കരുണാലയം എന്നും നിന്റേത് മാത്രമായിരിക്കണം. നിന്റെ കാലശേഷം ഇത് സുഭദ്രയ്ക്ക് സ്വന്തമാവും. അമ്മയെ തനിച്ചാക്കി നളിനി വരുമോ? ദുഷ്ടയാണെങ്കിലും പെറ്റതള്ളയല്ലേ? അത് നളിനി തീരുമാനിക്കട്ടെ. നീ അതിലിടപെടണ്ട. അങ്ങനെയാണെങ്കിൽ നളിനിയും മോളും രാജമ്മയുടെ കൂടെ വാടക വീട്ടിൽ തന്നെ താമസിക്കട്ടെ. സുകുമാരൻ അവിടെ ഇവിടെയായിട്ട് കഴിയട്ടെ. ഞാൻ പോയി കഴിഞ്ഞ് ദാക്ഷണ്യം തോന്നി നീ നളിനിയുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നു കളയരുത്. അവസരത്തിനൊത്ത് നിറം മാറുന്ന സ്ത്രീയാ അവര്. പണത്തെ മാത്രമാ അവർ സ്നേഹിക്കുന്നത്. മരുമകന്റെ പേര് സ്വത്തില്ലെന്നറിഞ്ഞപ്പോഴേ അവരുടെ ഭാവം മാറി. ഇപ്പൊ കൊച്ചേട്ടനും അവരുടെ തനിനിറം മനസ്സിലായി കാണും. വിവാഹത്തിന് മുമ്പ് തന്നെ നളിനി അവളുടെ അമ്മയോടെ താമസിക്കുന്നതിനെ എതിർത്തിരുന്നു. ഇനി എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം മുരുകന്റെ വിവാഹം നടത്തും. അത് കഴിഞ്ഞാൽ അവർക്കൊരു ശല്യമായി അവരുടെ കൂടെ കഴിയാൻ എനിക്ക് ഉദ്ദേശമില്ല. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാറി താമസിക്കണം. ഒരു പുതിയ ജീവിതം തുടങ്ങണം. എങ്കിലേ രണ്ടുപേർക്കും ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അമ്മായിയമ്മ പോരന്റെ കാലം കഴിഞ്ഞു. അമ്മായിയമ്മയും മരുമകളും വല്ലപ്പോഴും മാത്രം കണ്ടുമുട്ടിയാൽ പോരിനെവിടെ സമയം? അകന്നു നിന്നാൽ സ്നേഹത്തിന്റെ ആഴം അറിയും. അങ്ങനെയാണ് ചേട്ടത്തിയുടെ തീരുമാനമെങ്കിൽ മുരുകന്റെ വിവാഹം കഴിഞ്ഞാൽ ചേട്ടത്തിക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ? ഞാൻ വീണ്ടും എന്റെ തൊഴിൽ രംഗത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രൂ ടു ലൈഫ് എന്ന ഗാർമെന്റ് എക്സ്പോർട്ട് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ വിയർപ്പൊഴുക്കി ഞാൻ വളർത്തി വലുതാക്കിയ കമ്പനി ഇന്ന് എന്റേതല്ലല്ലോ. 25 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ ഇന്ന് വളരെ വലിയ നിലയിലാണ്. ജയചന്ദ്രൻ എന്നാ അവന്റെ പേര്. അവന്റെ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നത്. നോക്ക് സുശീലേ, ജീവിതത്തിന്റെ പല രഹസ്യങ്ങളും മരണം വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ വളർത്തിയ മകൻ എന്റെ ശത്രുവായി തീർന്നപ്പോൾ ഒരിക്കൽ എന്റെ ജോലിക്കാരനായിരുന്നവൻ അവന്റെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം എനിക്ക് നൽകാൻ തയ്യാറാവുന്നു. ഇത് ഞാൻ ആവശ്യപ്പെട്ടതല്ല. ജയചന്ദ്രൻ ഇങ്ങോട്ട് വന്ന് അപേക്ഷിക്കുകയാണ്. എനിക്ക് സന്തോഷായി.
ചേട്ടത്തി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് വേദനകളും അവഗണനയും സഹിച്ചു. അതിനെന്തെങ്കിലും ഫലം ഉണ്ടാകാതെ വരുമോ? സുശീലേ, നീയും മാറണം. ഈ വീട്ടിൽ അടുക്കളയിലും ബെഡ്റൂമിലുമായി ദിവസങ്ങൾ നീക്കി ഒതുങ്ങി കഴിയരുത്. എൻ്റെ മനസ്സിൽ ഞാൻ ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. സുകുമാരന് സ്വത്തിൽ ഒരു പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുശീല എന്നോടൊപ്പം പോരണം. നീ എൻ്റെ കൂടെ നിന്നാൽ എനിക്കും നിനക്കും അതൊരു തണലാവും. ചേട്ടത്തിയുടെ ഇഷ്ടം പോലെ. സുഭദ്ര വളരെ അകലെയായി കഴിഞ്ഞു. ഞാൻ തനിച്ചിവിടെ എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. സമയമാവുമ്പം ഞാൻ നിന്നെ വിളിക്കും. കിടന്നോ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എന്നോട് സംസാരിച്ചിട്ടാണ് വിശാലാക്ഷി അമ്മാൾ പോയത്. എങ്കിലും സുകുമാരനെ കണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. വക്കീൽ സാറിന് അറിയാമല്ലോ, ചേട്ടത്തി എനിക്ക് എന്ന സ്വത്തിന്റെ നേർ പകുതി കൊച്ചേട്ടന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. വക്കീൽ സാർ എതിർത്തതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. ആ സ്ത്രീയുടെ വിവരക്കേടുകൊണ്ടല്ലേ ഹാളിൽ വേലി കെട്ടിയത്. കൊച്ചേട്ടന്റെ കഷ്ടകാലം നളിനിയുടെ അമ്മ ആളറിയാതെ ചേട്ടത്തിയോടും അവരുടെ തനി സ്വഭാവം കാണിച്ചു. എന്റെ എതിർപ്പിന് പോലും വകവയ്ക്കാതെ ചേട്ടത്തി കൊച്ചേട്ടനെ ഇറക്കി വിട്ടു. ഏതായാലും കൊച്ചേട്ടൻ ഇപ്പോൾ ഒരു പാഠം പഠിച്ചു കാണും. അമ്മായിയമ്മ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നറിഞ്ഞ് ഇനിയെങ്കിലും വീണ്ടും വിചാരത്തോടെ ജീവിച്ച കൊച്ചേട്ടന് കൊള്ളാം. അയ്യോ, സുകുമാരൻ ശുദ്ധ പാവമാണ്. കുട്ടിക്കാലം മുതൽക്കേ അയാൾ വ്യത്യസ്തനായിരുന്നു. കരുണാകരൻ മുതലാളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ അച്ഛനും മൂത്ത സഹോദരന്റെ അച്ഛനും ഒരാളല്ലെന്നറിവ് ബാല്യത്തിൽ തന്നെ സുകുമാരനിൽ ഒരുതരം അപകർഷതാബോധം ഉണ്ടാക്കി. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളരെ അപകടകരമാണ്. അതിന്റെ വേരുകൾ മനസ്സിനകത്താഴത്തിൽ ഇറങ്ങി പടരും. പിന്നെ രക്ഷയില്ല. നളിനിയുടെ അമ്മ സുകുമാരൻ മുതലാളി ഇത് വിളിച്ചു പോയപ്പോ പാവം അയാൾ സർവ്വതും മറന്നു. താൻ മറ്റൊരു കരുണാകരൻ മുതലാളിയായിട്ട് മാറുന്ന കാലം അയാൾ ഭാവനയിൽ കണ്ടു. അതാണ് സംഭവിച്ചത്. ഞാനിവിടെ തനിച്ചല്ലേ. സുഭദ്ര എന്നും രാത്രി ഫോൺ ചെയ്യും. ഫോണിൽ സംസാരിക്കുന്ന ഏതാനും നിമിഷങ്ങൾ മാത്രം അവൾ എന്റെ അരികിലുണ്ടെന്ന് തോന്നും. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വിഷമം തന്നെ. കൊച്ചേട്ടനും നളിനിയും ആ കുട്ടിയും വന്നു കഴിഞ്ഞാൽ എന്റെ ഈ ഏകാന്തത മാറുമല്ലോ. ഏകാന്തത മാറി പ്രശ്നങ്ങൾ പുതിയത് വരാതെ നോക്കണം. നളിനിയുടെ അമ്മ ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് വിശാലാക്ഷി അമ്മാൾ തീർത്തും പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ ഇപ്പോൾ അത് സമ്മതിക്കാനാ സാധ്യത. ഏതായാലും ഞാൻ ആ വീട്ടിൽ പോയി സുകുമാരനോടും നളിനിയോടും ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നറിയട്ടെ. പിന്നെ ഇവിടെ രാത്രി കിടക്കാൻ ജോലിക്കാരുണ്ടല്ലോ. ചെല്ലമ്മയും ഡ്രൈവർ ഗോപിയും രാത്രി ഇവിടെ ഉണ്ടാവും. നന്നായി. ഞാൻ നേരെ പോകുന്നത് സുകുമാരനെ കാണാനാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വിശാലാക്ഷി അമ്മാളും സുശീലയും പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് സുകുമാരനോട് സ്വത്തിന്റെ കാര്യം തന്നെയാ പറയാനുള്ളത്. പക്ഷേ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു സംഗതി പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. സുകുമാരന്റെ മദറിനില്ല ഇവിടെ നിൽക്കാൻ പാടില്ല. നിന്നേ തിരുവെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് കഴിയുന്നത് വരെ അവര് നാവനക്കരുത്. എന്റെ വീട്ടിൽ ഞാൻ സംസാരിക്കരുത്. ഇതേത് കോടതിയിലെ നിയമമാണോ വക്കീലേ? ഞാൻ വന്നത് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു തീരുമാനം അറിയിക്കാനാ. ഈ സ്ത്രീ ഇങ്ങനെ നിന്ന് തുള്ളിയാ ഞാൻ എന്റെ പാട്ടിന് പോകും. ദേവി, ഇത് സാർ ക്ഷമിക്കണം. പിണങ്ങി പോകരുത്. അമ്മ അപ്പുറത്ത് പോകൂ. ഞാൻ ഇവിടെ നിൽക്കും. അപ്പുറത്ത് പോകാനല്ലേ പറഞ്ഞത്? ദേ, അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. വിളമ്പുന്ന സമയത്ത് ചോറ് തട്ടിക്കളയരുതമ്മേ. ചോറ് സുശീല കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ട് വിശാലാക്ഷി അമ്മാൾ സുകുമാരൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തന്നിരിക്കുക.
1 2 വർഷങ്ങൾക്ക് ശേഷം വസ്തുവിന്റെയും കടകളുടെയും പകുതി വീതം സുകുമാരന് കിട്ടും. അതായത് 3 ഏക്കർ തെങ്ങിൻ പുരയിടവും 3 കടകളും സുകുമാരന് കിട്ടും. പക്ഷേ കരുണാലയം സുശീലയ്ക്ക് മാത്രമായിരിക്കും. സ്വത്ത് സുകുമാരന്റെ പേർക്ക് എഴുതി വെക്കുന്നത് വരെ സുകുമാരനും കുടുംബത്തിനും സുശീലയോടൊപ്പം കരുണാലയത്തിൽ താമസിക്കാം. അതായത് സുകുമാരനും നളിനിക്കും നളിനിയുടെ മകൾക്കും മാത്രം. ഒരു വ്യവസ്ഥ കൂടെ ഉണ്ട്. നളിനിയുടെ അമ്മയെ ഒരു കാരണവശാലും കരുണാലയത്തിൽ താമസിക്കാൻ അനുവദിക്കില്ല. സുശീല ചേച്ചി മനസ്സ് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. ഈ തീരുമാനം ഞങ്ങളും അംഗീകരിക്കുന്നു. അമ്മയെ ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എവിടെ താമസിക്കൂടി? അമ്മ ഇവിടെ താമസിക്കും. അത് പറ്റില്ല. പറ്റും, ഏ? പറ്റിക്കണം. ആഹാ. വേറെ വഴിയില്ല. നിങ്ങളുടെ അരി സുശീലയുടെ കലത്തിൽ വേവും, പക്ഷേ വിശാലാക്ഷി അമ്മയുടെ കലത്തിൽ വേവത്തില്ല. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങുന്നു. ഒരു നല്ല ദിവസം നോക്കി നിങ്ങൾക്ക് കരുണാലയത്തിലേക്ക് താമസം മാറ്റാം. വളരെ ഉപകാരം. സുമര, സ്വന്തം കാര്യം കാണാൻ വേണ്ടി ആരെങ്കിലും അനാവശ്യമായിട്ട് പോഴ്ത്തിയാൽ ജാക്കി വച്ച കാറിന്റെ മട്ടിൽ പൊങ്ങരുത്. സ്നേഹിക്കുന്നവരെ വെറുക്കരുത്. അതുപോലെ താൻ ആരാണെന്ന സത്യം മറക്കുകയും അരുത്. മനസ്സിലായോ? മനസ്സിലായ തനിക്ക് കൊള്ളാം. ഇങ്ങോട്ട് മാറിക്കടി. എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവോ? ആ പോകും. പോവില്ല. പോകുമെന്ന്. ഏ? സ്വത്തിന്റെ പേരിൽ ബന്ധുക്കൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെ അല്ല അന്യനൊരുവൻ വന്ന് നമ്മുടെ സ്വത്ത് തട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ സരോജത്തിന് കൊടുത്ത സ്വത്ത് അവളും അവളുടെ മകനും ചേർന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. സരോജത്തിന്റെ മനസ്സ് എങ്ങനെ ആയാലെന്താ, അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പക്ഷേ ലളിതയുടെ കാര്യമാണ് എന്നെ വല്ലാതെ അലട്ടുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഇക്കാര്യത്തിൽ എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ചേട്ടത്തിക്ക് അറിയാമോ, സ്വത്ത് ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ 2 അനിയത്തിമാരും എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഞാൻ 2 പേരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. റബ്ബർ എസ്റ്റേറ്റിന്റെ മേൽനോട്ടത്തിന് രവീന്ദ്രനും സുനിലും ഉണ്ടായിരുന്നിട്ടും ലളിത ജോൺസൺ എന്നൊരാളെ മാനേജരായി കൊണ്ടുവന്നു. സ്വന്തം ഭർത്താവിനെയും മരുമകനെയും, എന്തിന് മകളെപ്പോലും വിശ്വസിക്കാതെ ലളിത റബ്ബർ എസ്റ്റേറ്റിന്റെ ഭരണം ജോൺസൺ എന്ന മാനേജരെ ഏൽപ്പിച്ചു. ഒരു ദിവസം അയാളോടൊപ്പം ലളിത ഏതോ മീറ്റിങ്ങിനെന്നും പറഞ്ഞ് വീട് വിട്ടുപോയി. പിന്നെ അവളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. രവീന്ദ്രൻ അപവാദം ഭയന്ന് സംഭവം കുറേ കാലം രഹസ്യമായി വച്ചിരുന്നു. പിന്നെയാണ് അഡ്വക്കേറ്റ് തരകൻ സാർ വഴി പോലീസിനെ അറിയിച്ചത്. അപ്പോഴേക്കും വളരെ വൈകിപ്പോയി. ഇതിനിടെ ലളിത ജോൺസന് പവർ ഓഫ് അട്ടോർണി എഴുതി കൊടുത്തെന്നും റബ്ബർ എസ്റ്റേറ്റും വീടും ജോൺസൺ വിൽപ്പന നടത്തിയെന്നും ശ്രുതി കേട്ടു. സത്യം എന്താണെന്ന് ആർക്കറിയാം? ആ ജോൺസൺ ഒരു വലിയ ക്രിമിനലാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അവൻ ലളിതയെ കൊന്നുകാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. എന്നിട്ട് പോലീസ് ഇതുവരെ അവനെ പിടികൂടിയില്ലേ? ഒരിക്കൽ പോലീസ് അയാളെ പിന്തുടർന്നെന്നും അയാൾ ഓടി രക്ഷപ്പെട്ടെന്നും കേൾക്കുന്നു. ഒരുപാട് പണം സ്വന്തമായുള്ള ക്രിമിനൽസിന് പോലീസിലും രാഷ്ട്രീയത്തിലുമുള്ള ചില ഉന്നതന്മാരുമായി രഹസ്യബന്ധങ്ങൾ കാണും. അതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ജോൺസൺ എന്നത് അവൻ്റെ ശരിയായ പേരായിരിക്കണമെന്നില്ല. എന്തായാലും അവനെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല.